സ്റ്റോക്ക് മാർക്കറ്റ് ലേണിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ എലിയോട്ട് വേവ് തിയറി ആണ് പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ലാസ്റ്റ് വീഡിയോസിലെല്ലാം സ്വിംഗ് ട്രേഡിന്റെ കാര്യങ്ങളൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഈ സ്വിംഗ് ട്രേഡിനും അതുപോലെ തന്നെ ലോങ് ടേം ട്രേഡ്സ് എടുക്കാനും നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ടെക്നിക്കൽ അനാലിസിസ് നടത്താൻ ഏറ്റവും നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂൾ ഒരു അനലൈസിങ് മെത്തേഡാണ് ഈ എലിയോട്ട് വേവ് തിയറി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾക്ക് ആ ഒരു എലിയോട്ട് വേവ് തിയറി വെച്ചിട്ട് തന്നെ ഒരു സ്റ്റോക്ക് IPO ചെയ്തതിന് ശേഷം, അതായത് IPO ചെയ്തിട്ട് ലിസ്റ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് അതിൻ്റെ ഇപ്പോൾ റിലയൻസ്, നമ്മളിപ്പോൾ റിലയൻസ് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ ആ റിലയൻസിൻ്റെ ഇപ്പോൾ റിലയൻസ് IPO ചെയ്തത് 1996 ആണെങ്കിൽ 96 തൊട്ട് ഇപ്പോൾ കറൻറ്റ് സ്റ്റേജ് വരെ, അതായത് കറൻറ്റ് മാർക്കറ്റ് പ്രൈസ് വരെ റിലയൻസിൽ എന്താണ് കൃത്യമായിട്ട് സംഭവിച്ചിട്ടുള്ളത്, ഇപ്പം എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്, ഇനി എന്ത് സംഭവിക്കും എന്നീ കാര്യങ്ങൾ നമുക്ക് എലിയോട്ട് വേവ് വെച്ചിട്ട് ഒരു പരിധി വരെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അതായത് നാളത്തെ മാർക്കറ്റ് ആവട്ടെ, അടുത്ത ആഴ്ചത്തെ മാർക്കറ്റ് ആവട്ടെ, അടുത്ത മാസത്തെയോ അടുത്ത വർഷത്തെയോ മാർക്കറ്റിൽ റിലയൻസിന്റെ പ്രൈസ് ഏത് പോയിന്റിലായിരിക്കും എന്നുള്ളത് നമുക്കൊരു പരിധി വരെ ഫൈൻഡ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ അനാലിസിസിന് നമുക്ക് എലിയോട്ട് വേവ് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ നമുക്ക് എലിയോട്ട് വേവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുക, എങ്ങനെയാണ് എലിയോട്ട് വേവിന്റെ വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഇപ്പോൾ ട്രേഡിംഗ് വ്യൂ ഒക്കെ എടുക്കുകയാണെങ്കിൽ, ട്രേഡിംഗ് വ്യൂവിലാണെങ്കിലും ബ്രോക്കറിലാണെങ്കിലും നമുക്ക് ഈ ഒരു പാറ്റേൺസിൽ എടുക്കുകയാണെങ്കിൽ, പാറ്റേൺസിലൂടെ എലിയോട്ട് വേവ്സ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു സെഗ്മെന്റ് തന്നെയുണ്ട്. എലിയോട്ട് വേവ്, ഇമ്പൾസ് കറക്ഷൻ, ട്രയാങ്കിൾ വേവ്, ഡബിൾ കോംബോ വേവ്, ട്രിപ്പിൾ കോംബോ വേവ്, ഇങ്ങനെ കുറച്ച് ഓപ്ഷൻസ് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതില് എലിയോട്ട് വേവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, എലിയോട്ട് വേവ് എന്താണ് കാര്യം എന്ന് നമുക്ക് പഠിക്കാം. എലിയോട്ട് വേവ് തിയറി എന്ന് പറയുന്നത് അതിൻ്റെ കൂടുതൽ ആധികാരികമായിട്ടുള്ളൊരു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. അതിൻ്റെ കഥയും കാര്യങ്ങളൊന്നും നമുക്ക് ഇപ്പോൾ അറിയേണ്ട കാര്യമില്ല. ജസ്റ്റ് ഇപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബോ ഗൂഗിളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എലിയോട്ട് വേവിൻ്റെ ഹിസ്റ്ററി എന്താണെന്ന് അറിയാൻ പറ്റും. നമ്മൾക്ക് ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പഠിച്ചാൽ പോരെ, മനസ്സിലാക്കി പഠിച്ച് അനലൈസ് ചെയ്യാൻ പഠിച്ചാൽ മതി. അപ്പോൾ എലിയോട്ട് വേവ് എന്താണെന്ന് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, എലിയോട്ട് വേവിലെ ഏതൊരു ടൈം ഫ്രെയിമിലാണെങ്കിലും എലിയോട്ട് വേവ് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. 6 മന്ത് ടൈം ഫ്രെയിമിലാണെങ്കിലും 1 മന്ത് ടൈം ഫ്രെയിമിലാണെങ്കിലും വീക്ക്ലി ടൈം ഫ്രെയിമിലാണെങ്കിലും ഡേ ടൈം ഫ്രെയിമിലും അവർലിയിലും മിനിറ്റിലും എല്ലാത്തിലും എലിയോട്ട് വേവ് ഫൈൻഡ് ചെയ്യാൻ പറ്റും. എലിയോട്ട് വേവിൻ്റെ ഫോർമേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ 3 ഇമ്പൾസ് വേവ്, അതായത് ഇപ്പോൾ 0-1 എന്ന് പറയുന്നത് ഒരു ഇമ്പൾസ് വേവ്, പിന്നെ ഒരു കറക്റ്റീവ് വേവ്, പിന്നെ 2-3 എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് വേവ്, പിന്നെ ഒരു കറക്റ്റീവ് വേവ്, 4-5 എന്ന് പറഞ്ഞിട്ട് തേർഡ് ഒരു ഇമ്പൾസ് വേവ് ഉണ്ടാവും. ഇങ്ങനെയാണ് എലിയോട്ട് വേവ് ഉണ്ടാവുക. ഇതാണ് എലിയോട്ട് വേവ്. ഇതിൽ തിയററ്റിക്കലി നമ്മൾ പറയുന്ന സമയത്ത് എലിയോട്ട് വേവ് എങ്ങനെ ആയിരിക്കണം എന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കണം. നമുക്ക് ഇപ്പം ഇത്രയും പെർഫെക്റ്റ് ആയിട്ടായിരിക്കില്ല നമുക്ക് കിട്ടുക, പക്ഷേ എലിയോട്ട് വേവ് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് സാറ്റിസ്ഫൈ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കിയാൽ 0-1 എന്ന് പറയുന്ന ഒരു ഇമ്പൾസ് വേവിനേക്കാളും അല്ലെങ്കിൽ 2-3 എന്ന് പറയുന്ന ഇമ്പൾസ് വേവിനേക്കാളും ഏറ്റവും പ്രൈസ് കൊണ്ടും ഡ്യൂറേഷൻ കൊണ്ടും ഏറ്റവും കൂടുതൽ ഹൈ പോകുന്നത് 4-5 എന്നുള്ള തേർഡ് ഇമ്പൾസ് വേവ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ 0 എന്ന് പറയുന്ന ഈ ഒരു ഈ ലോയിനെ ഒരിക്കലും 0-1 എന്ന് പറഞ്ഞ് പോകുന്ന ഇമ്പൾസ് വേവ് തരുന്ന കറക്ഷൻ ഒരിക്കലും ഈ 0നെ ബ്രേക്ക് ചെയ്യില്ല. അതിനു മുൻപ് അത് റിവേഴ്സായി മേലോട്ട് പോകും. അതുപോലെ ഈ ഒരു 2-3 എന്ന് പറയുന്ന ഇമ്പൾസ് വേവ് എന്ന് വരുന്ന കറക്ഷൻ ഒരിക്കലും ഈ 1നെയോ ഈ 2 എന്ന് പറയുന്ന പോയിന്റിനെയോ ബ്രേക്ക് ചെയ്ത്
താഴോട്ട് വരില്ല. അത് അതിനു മുൻപ് തന്നെ റിവേഴ്സായി മുകളിലോട്ട് പോകും. ഇത് ഏത് ടൈം ഫ്രെയിം എടുത്താലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. മാക്സിമം സ്വിംഗ് ട്രേഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഒരു സ്റ്റോക്കിൽ തേർഡ് ഇമ്പൾസ് വേവ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ട്രേഡ് എടുക്കാൻ. തേർഡ് ഇമ്പൾസ് വേവ് ആണെങ്കിൽ എന്താ ഉപകാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 0-1 അല്ലെങ്കിൽ 2-3 എന്ന് പറയുന്ന ഇമ്പൾസ് വേവിനേക്കാളും പ്രൈസ് കൊണ്ടും സമയം കൊണ്ടും ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ ആയാലും പ്രൈസ് ആയാലും ഏറ്റവും കൂടുതൽ കിട്ടുന്നത് 4-5 എന്ന് പറയുന്ന ഇമ്പൾസ് വേവിലാണ്. അപ്പോൾ ഈ എലിയോട്ട് വേവും ഇമ്പൾസ് വേവും നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ തൊട്ട് അതിങ്ങനെ ഒരു ഫോർമേഷൻ, അതായത് ചില സ്റ്റോക്കുകളൊക്കെ നമ്മൾ IPO ചെയ്തതിന് ശേഷം കണ്ടിട്ടുണ്ടാവും ഇങ്ങനെ താഴോട്ട് വരുന്നത്. അത് താഴോട്ട് വന്നിട്ട് പിന്നീട് കയറാൻ തുടങ്ങുമ്പോൾ തൊട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം ഇങ്ങനെ ഒരു പാറ്റേൺ അത് ഫോളോ ചെയ്യുന്നുണ്ടാവും. നമ്മൾക്ക് ഫസ്റ്റ് അതിൽ ചിലപ്പോൾ 6 മന്തിലായിരിക്കും ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടുക. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ 1 മന്ത് ടൈം ഫ്രെയിമിലാണ് നമുക്ക് ഇങ്ങനെ ഒരു പാറ്റേൺ കിട്ടിയത് എന്ന് വിചാരിക്കുക. ഓക്കെ, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഒരു പാറ്റേൺ ഇങ്ങനെ കിട്ടി. 3 ഇമ്പൾസ് വേവും അതുപോലെ 2 കറക്റ്റീവ് വേവും, 1 2 3 4 എന്ന് പറയുന്നത് കറക്റ്റീവ് വേവ് ആണ്. ഇങ്ങനെ ഒരു എലിയോട്ട് വേവ് കിട്ടിക്കഴിഞ്ഞാൽ ഇതില് നമ്മൾക്ക് ഇപ്പൊ ഇത് 1 മന്ത് ടൈം ഫ്രെയിമിലാണെങ്കിൽ ഇതിലെ ഓരോ ഇമ്പൾസ് വേവും 0 1 2 3 4 5 എന്ന് പറയുന്ന ഓരോ ഇമ്പൾസ് വേവിന്റെ ഉള്ളിലും അതിന്റെ തൊട്ട് താഴെയുള്ള ടൈം ഫ്രെയിമിലെ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് അതിന്റെ ഉള്ളിലുണ്ടാവും. അതായത് ഇതിപ്പോ 1 മന്ത് ടൈം ഫ്രെയിമിലെ ഒരു എലിയോട്ട് വേവ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളില് 1 വീക്ക് ടൈം ഫ്രെയിമിലെ ഒരു എലിയോട്ട് വേവ് കംപ്ലീറ്റ് ആയിട്ട് ഉണ്ടാവും. ക്ലിയർ ആയില്ലേ? ഒരു എലിയോട്ട് വേവ് കംപ്ലീറ്റ് ആയിട്ട് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവും 1 വീക്ക് ടൈം ഫ്രെയിമിലെ ഓരോ ഇമ്പൾസ് വേവിന്റെ ഉള്ളിലും നമുക്കത് കാണാൻ പറ്റും. ഉള്ളതിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് 4-5 എന്നുള്ള ഇമ്പൾസ് വേവ് ആയിരിക്കും. ഞാൻ ഒരു കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് 100,000 സംശയങ്ങളും ഡൗട്ടുകളും വരാം. പക്ഷെ വീണ്ടും വീണ്ടും കാണുക, സംശയമുള്ളത് നിങ്ങൾക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. എന്നാൽ ആവും വിധം ഞാൻ ആ ഡൗട്ടെല്ലാം ക്ലിയർ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ അതില് ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് ഡൗട്ട്സ് വരും. പക്ഷേ ഈ എലിയോട്ട് വേവ് പഠിക്കുക എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെ, ഈ ചാർട്ടിനെ കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ്. നമുക്ക് ഏതൊരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഏതൊരു അസറ്റ് എടുത്താലും അതിന്റെ ഭാവി, അതിപ്പോ അടുത്ത ആഴ്ചയായാലും അടുത്ത മാസമായാലും അടുത്ത വർഷമായാലും അത് ഏത് പോയിന്റിൽ, ടെക്നിക്കലി അത് ഏത് പോയിന്റിൽ നിൽക്കും, ഏത് പ്രൈസിൽ നിൽക്കും എന്ന് നമ്മൾക്ക് അസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് എന്ന് പറയുമ്പോൾ അത് മാസ്റ്റർ ചെയ്യണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള സമയം എടുക്കും. ഓക്കെ, പക്ഷെ ശ്രമിച്ചാൽ കിട്ടായികയില്ല. അപ്പൊ എല്ലാവരും ഇത് ശ്രമിച്ചു നോക്കുക. പിന്നെ കറക്റ്റീവ് വേവിനും ഒരു പാറ്റേൺ ഉണ്ട്. മുകളിലോട്ട് പോയി താഴോട്ട് വരുന്നതിനും ഒരു പാറ്റേൺ ഉണ്ട്. ഇത് താഴോട്ട് വരുന്നത് സിഗ്സാഗ് ആയിട്ടായിരിക്കും, ABC ആയിട്ടായിരിക്കും. ഒന്നുകിൽ ഇങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ ഇങ്ങനെ ABC എന്ന് പറഞ്ഞിട്ട് വരും, അല്ലെങ്കിൽ ഇത് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ABCDE ആയിട്ട് ഇങ്ങനെ വരും. ഇങ്ങനെയും വരാം. ക്ലിയർ ആയില്ലേ? ഇങ്ങനെയും വരാം. ഇതാണ് എലിയോട്ട് വേവ് എന്ന് പറയുന്നത്. ഇനി ഇതില് നമ്മളിപ്പോ മന്ത്ലി ടൈം ഫ്രെയിമിൽ ഒരു എലിയോട്ട് വേവ് എടുത്തപ്പോൾ അതിൽ ഓരോ ഇമ്പൾസ് വേവിന്റെ ഉള്ളിലും വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് കിട്ടി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അസ്യൂം ചെയ്തേ, ഈ എലിയോട്ട് വേവ്, അതായത് നമ്മൾ ഈ യെല്ലോയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന എലിയോട്ട് വേവ് വീക്കിലി ടൈം ഫ്രെയിമിൽ ഒരു എലിയോട്ട് വേവ് ആണെങ്കിൽ അതിന്റെ ഉള്ളിലെ ഓരോ ഇമ്പൾസ് വേവിന്റെ അകത്തും 1 ഡേ ടൈം ഫ്രെയിമിലെ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് ഉണ്ടാവും.
അതിൻ്റെയും ഉള്ളിലെ ഓരോ ഇമ്പൾസ് വേവ് എടുത്തു കഴിഞ്ഞാൽ അവർലി ടൈം ഫ്രെയിമിലെ ചിലപ്പോൾ അത് 1 hour ടൈം ഫ്രെയിമിലായിരിക്കും കിട്ടുക, ചിലപ്പോൾ 2 hour ടൈം ഫ്രെയിമിലായിരിക്കും കിട്ടുക. അങ്ങനെ ഓരോ ഇമ്പൾസ് വേവും അതിൻ്റെ ഉള്ളിലുണ്ടാവും. അപ്പം നമ്മൾക്ക് ഇവിടെ എങ്ങനെയാണ് ഇപ്പോൾ ഒരു പോയിന്റിലേക്ക് ഇങ്ങനെ ഒരു വേവ് മുകളിലോട്ട് കയറി അത് താഴോട്ട് വന്നിട്ട് പിന്നെ എവിടെ നിന്ന് റിവേഴ്സ് ആയി പോവും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് ഫിബനാച്ചി റിട്രേസ്മെന്റ്സ് യൂസ് ചെയ്യാം. ടാർഗറ്റ്സ് ഫൈൻഡ് ചെയ്യാൻ എക്സ്റ്റൻഷൻ യൂസ് ചെയ്യാം. ഫിബനാച്ചി എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. താല്പര്യമുള്ളവർക്ക് ആ ഒരു വീഡിയോ ചെക്ക് ചെയ്യാവുന്നതാണ്. ഇതിലെ ഫിബ് യൂസ് ചെയ്യുന്ന സമയത്ത് വേറൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നമ്മളിപ്പോ ഫിബനാച്ചി എന്ന് പറയുന്ന ആ ഒരു ടൂള് നമ്മളിപ്പോ ഞാൻ ഇതെല്ലാം മാറ്റാണ്. ഇതില് നമ്മളിപ്പോ ഒരു ഇമ്പൾസ് വേവ് വന്നു, ഈ ഫസ്റ്റ് ഇമ്പൾസ് വേവ് വന്നു, പിന്നെ ഇവിടുന്ന് കറക്ഷൻ സ്റ്റാർട്ട് ചെയ്യണം. അങ്ങനെയെങ്കിൽ ഫിബനാച്ചി വെക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ വെച്ചാൽ മതിയാവും. ഓക്കെ, കറക്റ്റ് ബോട്ടം ആൻഡ് ഹൈ വെച്ചിട്ട് കറക്ഷൻ ഏത് പോയിന്റിൽ നിന്നും വരും എന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ മുകളിലോട്ട് ട്രേഡ് ചെയ്യാം. എൻട്രി എടുത്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യുമ്പോൾ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാൻ ഇങ്ങനെ പ്ലേസ് ചെയ്താൽ മതി. നമുക്ക് ഒരു 2-3 ടാർഗറ്റ്സ് ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എക്സിറ്റ് ആകുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. അതേപോലെ തേർഡ് ഇമ്പൾസ് വേവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തേർഡ് ഇമ്പൾസ് വേവ് ഏത് പോയിന്റിൽ നിന്ന് വരും നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു വേവിൽ വെച്ച് കഴിഞ്ഞാൽ തേർഡ് ഇമ്പൾസ് വേവിന്റെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് എൻട്രി എടുത്ത് സ്റ്റോപ്പ് ലോസ് കൺസിഡർ ചെയ്തിട്ട് മുകളിലോട്ട് ട്രേഡ് ചെയ്യാൻ പറ്റും. അതുപോലെ ടാർഗറ്റ് ഫൈൻഡ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ടാർഗറ്റും കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ ചെറിയ ടൈം ഫ്രെയിമിന്റെ കാര്യങ്ങൾ പറഞ്ഞു അല്ലേ. ഇങ്ങനെ ഒരു എലിയോട്ട് വേവ് വന്നു കഴിഞ്ഞാൽ അതിൽ ഓരോ ഇമ്പൾസ് വേവിൻ്റെ ഉള്ളിലും ചെറിയ ടൈം ഫ്രെയിമിലെ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് ഉണ്ടാവുമെങ്കിൽ, ഇതിപ്പോൾ 1 month ടൈം ഫ്രെയിമിൽ ഒരു എലിയോട്ട് വേവ് ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ 6 month ടൈം ഫ്രെയിമിലെ ഒരു ഇമ്പൾസ് വേവ് ആയിരിക്കും ഇത്. ശരിയല്ലേ? ഇതിപ്പോൾ 6 month ടൈം ഫ്രെയിമിൽ ഒരു എലിയോട്ട് വേവ് ആയിട്ട് കൺസിഡർ ചെയ്തേ. നമ്മൾ നേരത്തെ നമ്മൾ എക്സാമ്പിൾ ആക്കി എടുത്ത 1 month ടൈം ഫ്രെയിമിൽ എലിയോട്ട് വേവ് ഉണ്ടല്ലോ, അത് ഇതിപ്പോൾ 6 month ടൈം ഫ്രെയിമിൽ എലിയോട്ട് വേവ് ആണെങ്കിൽ ഈ ഒരു ഓരോ ഇമ്പൾസ് വേവിൻ്റെ ഉള്ളിലും മന്ത്ലി ടൈം ഫ്രെയിമിലെ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് ഉണ്ടാവും. അപ്പോൾ ഈ എലിയോട്ട് വേവ് ഫോം ആയി കഴിയുമ്പോൾ, ശരിയാണ്, ഇപ്പോൾ ഇമ്പൾസ് വേവ് കഴിയുമ്പോൾ കറക്റ്റീവ് വേവ് വരുന്നു, ഇമ്പൾസ് വേവ് കഴിയുമ്പോൾ കറക്റ്റീവ് വേവ് വരണം, ഇമ്പൾസ് വേവ് കഴിയുമ്പോൾ കറക്റ്റീവ് വേവ് വരണോ. അങ്ങനെയാണെങ്കിൽ ഒരു എലിയോട്ട് വേവ് കംപ്ലീറ്റ് ഫോം ആയി കഴിഞ്ഞാൽ അവിടെ എന്ത് വരും? ആ സ്റ്റേജിനെ പറയുന്നതാണ് അൺവൈൻഡിങ് സ്റ്റേജ്. അൺവൈൻഡിങ് സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ABC എന്ന ഫോർമേഷനിൽ ഇതിങ്ങനെ താഴോട്ട് വരാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ചതുപോലെ എങ്ങനെയും വരാം. ഇങ്ങനെയും വരാം, ABC എന്നും വരാം, ABCDE എന്നും വരാം. ഇതാണ് അൺബൈൻഡിങ് സ്റ്റേജ്. ഒരു എലിയോട്ട് വേവ് കംപ്ലീറ്റ് ആയിട്ട് വന്നാൽ അൺബൈൻഡിങ് സ്റ്റേജ് വരും. അപ്പൊ ഇത് 1 month ടൈം ഫ്രെയിമിലെ ഒരു എലിയോട്ട് വേവ് ആണെങ്കിൽ അത് കഴിയുമ്പോൾ അൺബൈൻഡിങ് സ്റ്റേജ് വരും. അൺബൈൻഡിങ് സ്റ്റേജ് എന്ന് പറയുന്നത് എന്താണ്? 6 month ടൈം ഫ്രെയിമിലെ ഒരു എലിയോട്ട് വേവിന്റെ കറക്റ്റീവ് വേവ് മാത്രമാണിത്. ശരിയല്ലേ? ഇതിപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇത് ഒരു 1 day ടൈം ഫ്രെയിമിലെ എലിയോട്ട് വേവ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇത് 1 month ടൈം ഫ്രെയിമിന്റെ ഒരു ഇമ്പൾസ് വേവ് മാത്രമാണല്ലോ. ഇത് 1 day ടൈം ഫ്രെയിമിൽ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് ആണെങ്കിൽ ഇത് 1 month ടൈം ഫ്രെയിമിലെ ഒരു ഇമ്പൾസ് വേവ് മാത്രം. ശരിയല്ലേ? 1 month ടൈം ഫ്രെയിമിൽ ഒരു ഇമ്പൾസ് വേവ് മാത്രമാണ്. അപ്പോൾ 1 day ടൈം ഫ്രെയിമിൽ ഇതൊരു എലിയോട്ട് വേവ് ആണെങ്കിൽ 1 2 3 4 5 എന്ന് പറയുന്ന ഒരു എലിയോട്ട് വേവ് ആണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ആ ഒരു 1 day ടൈം ഫ്രെയിമിന്റെ അൺവൈൻഡിങ് എന്ന് പറയുന്നത് 1 month ടൈം ഫ്രെയിമിന്റെ കറക്റ്റീവ് വേവ് മാത്രം. 1 month ടൈം ഫ്രെയിമിന്റെ ഫസ്റ്റ് ഇമ്പൾസ് വേവ് കഴിഞ്ഞിട്ടുള്ള ഒരു കറക്റ്റീവ് വേവ് മാത്രമാണ് 1 day ടൈം ഫ്രെയിമിന്റെ ഈ അൺവൈൻഡിങ് എന്ന് പറയുന്നത്. 1 week ടൈം ഫ്രെയിമിന്റെ അൺവൈൻഡിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അൺവൈൻഡിങ് എന്താണെന്ന് മനസ്സിലായി.
കറക്ഷൻ എന്താന്ന് മനസ്സിലായി, കറക്ഷൻ എവിടെ നിന്ന് വരുന്നു മനസ്സിലായി, എലിയോട്ട് വേവ് എന്താന്ന് മനസ്സിലായി. എലിയോട്ട് വേവ് ഇങ്ങനെയാണ് ഫോം ആവുക. അപ്പോൾ നമ്മൾക്കിനി ജസ്റ്റ് റിലയൻസ് എടുത്തിട്ട് എലിയോട്ട് വേവ് ഇത് IPO ചെയ്തപ്പോൾ തൊട്ട് ഇപ്പം വരെയുള്ള കാര്യങ്ങൾ നോക്കിയാലോ, ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയാലോ. അതിനായിട്ട് 6 മന്ത് ടൈം ഫ്രെയിം ഞാൻ വെക്കുകയാണ്. 6 മാസത്തിലെ എലിയോട്ട് വേവ് ആദ്യം നമ്മൾ മാർക്ക് ചെയ്യുന്നു. 6 മാസത്തിലെ പറയുമ്പോൾ റിലയൻസ് 96 അല്ല കേട്ടോ, സോറി 94 ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ 96 ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. 94 ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന സമയം 16 രൂപയ്ക്ക്. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ എലിയോട്ട് വേവ് മാർക്ക് ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ 6 മന്ത് ടൈം ഫ്രെയിമിൽ ഇത് ഒരു 2 വേവായിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുകയാണ്. ഓക്കെ, 6 മന്ത് ടൈം ഫ്രെയിമിൽ 2 വേവ് അല്ല, 6 മന്ത് ടൈം ഫ്രെയിമിൽ 3rd വേവായിട്ട് ഞാൻ എടുക്കുകയാണ്. 6 മന്ത് ടൈം ഫ്രെയിമിൽ 3rd ഇമ്പൾസ് വേവായിട്ട് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യാണ്. ഓക്കെ, 6 മന്ത് ടൈം ഫ്രെയിമിൽ 3rd ഇമ്പൾസ് വേവ്. ഇനി നമുക്ക് ഈ പഴയ കാര്യങ്ങളൊന്നും വേണ്ടല്ലോ, ഇത് വേണ്ട, ഇത് വേണ്ട, ഇതൊക്കെ പാസ്റ്റിൽ പെട്ടു. നമുക്കിനി പ്രസന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാനാണെങ്കിൽ നമുക്ക് ഈ 4-5 എന്നുള്ള ഇമ്പൾസ് വേവ് മാത്രം എടുത്ത് പഠിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 3 മന്ത് ടൈം ഫ്രെയിം വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്. 3 മന്ത് ടൈം ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ 6 മന്ത് ടൈം ഫ്രെയിമിലെ നമുക്ക് ഒരു എലിയോട്ട് വേവ് കിട്ടി. അതിൽ 3rd വേവ് ഇപ്പം റണ്ണിങ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾക്കിനി അതിൽ 3 മന്ത് ടൈം ഫ്രെയിമിൻ്റെ ഒരു കംപ്ലീറ്റ് എലിയോട്ട് വേവ് കിട്ടുമല്ലോ. അപ്പോൾ 3 മന്ത് ടൈം ഫ്രെയിമിൽ എലിയോട്ട് വേവ് മാർക്ക് ചെയ്യുമ്പോൾ 2, 3 3 മന്ത് ടൈം ഫ്രെയിമിലും ഇപ്പോൾ ഒരു 3rd ഇമ്പൾസ് വേവ്, അതായത് 6 മന്ത് ടൈം ഫ്രെയിമിന്റെ 3rd ഇമ്പൾസ് വേവ് റണ്ണിങ് ആണ്. ആ 3rd ഇമ്പൾസ് വേവ് നമ്മൾ പഠിക്കാൻ എടുത്തപ്പോൾ 3 മന്ത് ടൈം ഫ്രെയിമിന്റെയും 3rd ഇമ്പൾസ് വേവ് ഇപ്പോൾ റണ്ണിങ് ആണ്. ഇനി ആ 3 മന്ത് ടൈം ഫ്രെയിമിന്റെ 3rd ഇമ്പൾസ് വേവ് റണ്ണിങ് ആണെങ്കിൽ നമ്മൾ 1 മന്ത് ടൈം ഫ്രെയിം വെച്ച് ഒന്ന് നോക്കുക. എന്നിട്ട് 1 മന്ത് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് പാസ്റ്റിൽ പെട്ടു. ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ് എല്ലാം പാസ്റ്റിൽ പെട്ടു. നമുക്കിനി അതെടുത്ത് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് ഫ്യൂച്ചർ ആണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ 1 മന്ത് ടൈം ഫ്രെയിമിൽ 1 മന്ത് ടൈം ഫ്രെയിമിലെയും 3rd ഇമ്പൾസ് വേവ് ആയിട്ടാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ഇതിൽ ഹൈ മാർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായ ഹൈയും ലോ മാർക്ക് ചെയ്യുമ്പോൾ ആ ഭാഗത്തെ ലോയും പ്രത്യേകം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ വരയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ വരച്ചാലും ഫിബൊനാച്ചി പ്ലേസ് ചെയ്യുമ്പോൾ ഷാർപ്പായിട്ട് പ്ലേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. എന്നാലേ ഷാർപ്പായിട്ടുള്ള അനാലിസിസ് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 1 മന്ത് ടൈം ഫ്രെയിമിൽ 3rd ഇമ്പൾസ് വേവ് റണ്ണിങ് ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി വീക്ക്ലി ടൈം ഫ്രെയിം ആക്കണം. വീക്ക്ലി ടൈം ഫ്രെയിം ആക്കുമ്പോൾ നമുക്കിനി 0, 1, 2, 3 വേവോ നമുക്കിനി ആവശ്യമില്ല, അത് പാസ്റ്റിൽ പെട്ടു. നമുക്കിനി നമുക്ക് വേണ്ടത് ഫ്യൂച്ചർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫ്യൂച്ചർ പഠിക്കാൻ എടുക്കുമ്പോൾ അഗെയിൻ നമ്മൾ ഫസ്റ്റ് വേവ്, സെക്കൻഡ് വേവ്, 3rd വേവ് ഇപ്പോൾ സ്റ്റാർട്ടായി. 3rd വേവ് ഇപ്പോൾ സ്റ്റാർട്ടായി. ഓക്കെ, അപ്പം നമ്മൾ 6 മന്തിൽ മാർക്ക് ചെയ്തു. 6 മന്തിൽ 3rd ഇമ്പൾസ് വേവ് ആണ് എന്ന് മനസ്സിലായി. ആ 3rd ഇമ്പൾസ് വേവ് എടുത്ത് 3 മന്തിൽ മാർക്ക് ചെയ്തു. 3 മന്തിലെയും 3rd വേവ് ആണെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ 3rd മന്ത് പഠിക്കാനെടുത്തു. 3rd മന്ത് പഠിക്കാനെടുത്തപ്പോൾ സോറി 3rd ഇമ്പൾസ് വേവ് പഠിക്കാനെടുത്തു. അപ്പോൾ നമുക്ക് അതിൽ 1 മന്ത് ടൈം ഫ്രെയിമിൻ്റെ
ഒരു 3 ഇമ്പൾസ് വേവ് കിട്ടി, അതിലും തേർഡ് ഇമ്പൾസ് വേവ് റണ്ണിങ് ആണെന്ന് മനസ്സിലായി. അപ്പൊ തേർഡ് ഇമ്പൾസ് വേവ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള തേർഡ് ഇമ്പൾസ് വേവ് പഠിക്കാൻ എടുത്തു. അതിൽ വീക്ക്ലി ടൈം ഫ്രെയിമിന്റെ സെക്കൻഡ് ഇമ്പൾസ് വേവ് കഴിഞ്ഞ് കറക്ഷൻ വന്നിട്ട് തേർഡ് ഇമ്പൾസ് വേവ് ഇപ്പൊ സ്റ്റാർട്ട് ആവുന്നേ ഉള്ളൂ. ഇവിടെ എല്ലാം കറക്ഷൻ എങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണിത്. ABC AB, അതായത് ABCDE. കണ്ടോ, കറക്ഷൻ വന്നിരിക്കുന്നത് ABCDE. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇമ്പൾസ് വേവ് കിട്ടി. അപ്പൊ ഈ ഇമ്പൾസ് വേവ് എവിടം വരെ പോവും, ഈ തേർഡ് ഇമ്പൾസ് വേവ് എവിടം വരെ പോവും എന്നറിയണമെങ്കിൽ അവിടെയും നമുക്ക് ഫിബൊനാച്ചി പ്ലേസ് ചെയ്താൽ മതി. ടാർഗറ്റ് കിട്ടണമെങ്കിൽ ഫിബൊനാച്ചി പ്ലേസ് ചെയ്താൽ മതി. ഫിബൊനാച്ചി പ്ലേസ് ചെയ്യണത് ഇങ്ങനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ടാർഗറ്റും സെക്കൻഡ് ടാർഗറ്റും തേർഡ് ടാർഗറ്റും മാർക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് 1.6 എന്ന് പറയുന്നത് സെക്കൻഡ് ടാർഗറ്റ്, 2.6 എന്ന് പറയുന്നത് തേർഡ് ടാർഗറ്റ് ആയിട്ട് വരും. ഇത്രയും മതി. സ്വിംഗ് ട്രേഡിന് നമുക്ക് 3 ടാർഗറ്റ് മാക്സിമം മതിയാവും. അപ്പോൾ ഇത് നമുക്കൊരു 2250 അല്ലെങ്കിലും 1850 ഒരു 2-3 മാസത്തിൽ ഒരു മാർച്ച് ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. ഇത് കിട്ടാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. എൻ്റെ അനാലിസിസ് പ്രകാരം റിലയൻസ് മാർച്ച് ഏപ്രിൽ ആകുമ്പോൾ 1856 ടച്ച് വരും. ഇത് എൻ്റെ വ്യൂ ആണ്. എൻ്റെ വ്യൂ ഞാൻ ഷെയർ ചെയ്തു എന്ന് മാത്രം. ഇതൊരു ട്രേഡ് റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ എലിയോട്ട് വേവ്. എലിയോട്ട് വേവില് ഞാൻ പറഞ്ഞിട്ടുള്ള സാറ്റിസ്ഫൈ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി സാറ്റിസ്ഫൈ ചെയ്ത് ഇതുപോലെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എലിയോട്ട് വേവ് മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ കറക്ഷൻ എവിടം വരെ വരും, ടാർഗറ്റ് എവിടം വരെ ഫൈൻഡ്, അതായത് ടാർഗറ്റ് എങ്ങനെ ഫൈൻഡ് ചെയ്യണമെന്ന്, എവിടം വരെ പോവും എന്നറിയണമെങ്കിൽ ഫിബൊനാച്ചി മാർക്ക് ചെയ്ത് അത് പ്ലേസ് ചെയ്തിട്ട് നമുക്ക് ഫൈൻഡ് ചെയ്യാവുന്നതാണ്. എലിയോട്ട് വേവും ഫിബൊനാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഒരുപോലെ നമ്മൾ മനസ്സിലാക്കി ഒന്നിച്ച് യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളും ഇത് പ്രാക്ടീസ് ചെയ്യുക. പെട്ടെന്ന് കിട്ടില്ല, നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് വരും, ഒരുപാട് ഡൗട്ട്സ് വരും. ഡൗട്ട്സ് വരികയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമൻറ്റ് ബോക്സിൽ എന്നാലാവും വിധം ഞാൻ റിപ്ലൈ തരാം. അതുപോലെ തന്നെ ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ നമുക്ക് ഒരു പരിധി ഉണ്ടല്ലോ, നമുക്കൊരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന്. അപ്പോൾ നിങ്ങൾക്ക് വേറെ മറ്റ് ഡൗട്ട് കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്ഷൻസിൻ്റെയും കമ്മോഡിറ്റീസിൻ്റെയൊക്കെ ഗ്രൂപ്പിൽ ജോയിൻ ആവണമെങ്കിലും അവിടെയും ഡിസ്കഷൻസ് ഡെയിലി നടക്കുന്നുണ്ട്. രാവിലെ 9:15 തൊട്ട് 3:30 വരെ ഞാൻ ഓപ്ഷൻസിൻ്റെയും അതുപോലെ തന്നെ ഇക്വിറ്റിയുടെയും 2 കമ്മ്യൂണിറ്റിയിലും ഞാൻ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. കൂടുതലും ഞാൻ ഓപ്ഷൻസിൻ്റെ കമ്മ്യൂണിറ്റിയിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ ഇക്വിറ്റിയിൽ നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് ഞാൻ കാണും, ഷുവറായിട്ടും അത് കാണും, റിപ്ലൈയും തരും കേട്ടോ. അപ്പോൾ ഓപ്ഷൻസ് ചെയ്യുന്നവർക്ക് അഡ്വാൻസ്ഡ് ഗ്രൂപ്പിലും ജോയിൻ ആവാം. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ് ഇത്രയേ ഉള്ളൂ. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷുവറായിട്ടും കിട്ടും. ഞാൻ പറഞ്ഞതുപോലെ പെട്ടെന്ന് കിട്ടില്ല, പക്ഷെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇത്രയും മാർക്കറ്റിന് ഇത്രയും ഡെപ്തിൽ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു അസറ്റ് മാസങ്ങൾക്ക് ശേഷം എവിടെ നിൽക്കും എന്ന് നമുക്കൊന്ന് ഊഹിച്ചിട്ട് നമ്മൾക്ക് പഠിച്ച് ട്രേഡ് എടുക്കണമെങ്കിൽ ആ ടൂൾ അത്രത്തോളം നമ്മൾ മാസ്റ്റർ ചെയ്യണമല്ലോ. ആ ടൂൾ അത്ര എളുപ്പത്തിലും കിട്ടുന്നതായിരിക്കില്ലല്ലോ എന്ന് മനസ്സിലാക്കുക. പരിശ്രമിച്ചു കഴിഞ്ഞാൽ എന്തായാലും കിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.